പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ, ഒരിക്കൽ കൂടെ നമ്മുടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കത്ര സുഖമുള്ള വചനമല്ല ഞാൻ പറയുന്നത്, എനിക്കറിയാം. ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, സാരമില്ല. സ്വർഗത്തിലേക്കുള്ള വഴി ഇത്തിരി ഇടുങ്ങിയതാണ്. ഓക്കെ, അതിലൂടെ കടക്കാൻ പരിശ്രമിക്കുവിൻ. നമുക്ക് വളരെ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോഴും എങ്ങനെ ജീവിക്കുന്നതിനെക്കുറിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ അപ്പം തന്നോളൂ. നിങ്ങൾക്ക് ആകാശത്തിലെ കാക്കകളെ നോക്കുക, വയലിലെ ലില്ലികളെ നോക്കുക. ഇതിനൊക്കെ ഞാൻ പരിപാലിക്കുന്നില്ലേ? ഞാൻ നിന്നെ എത്ര അധികമായി പരിപാലിക്കുകയില്ല എന്ന് ദൈവം പറയുന്നുണ്ട്. എങ്കിലും നമ്മളിപ്പോഴും വളരെ ഉത്കണ്ഠാകുലരാണ്. നാളെ എന്ന സാധനം, നാളത്തെ എങ്ങനെ ജീവിതം, ഇതൊക്കെ. അതുകൊണ്ട് ഈ സുവിശേഷം നമ്മൾ വിശ്വസിക്കണം. സുവിശേഷം ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുത്തണം. ഇല്ലെങ്കിൽ നാളെ നമ്മൾ വലിയ ബോംബ് വരുമ്പോഴും നമ്മളിതും പിടിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ ആത്മനാശം സംഭവിക്കും. അതുകൊണ്ട് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് ധനം എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ധനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധനം തന്നെയാണ്. ഈ സമ്പത്ത് തന്നെ, ഈ ലോകത്തിലെ സാമ്പത്തിക കാര്യങ്ങളാണ്. ഇത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളിൽ ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇറ്റ് ഈസ് വെരി ക്ലിയർ. നീ എത്ര നല്ലവനാണെങ്കിലും, നീ എത്ര പുണ്യവാളനാണെങ്കിലും, നിന്റെ വീട്ടിൽ നിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് സമ്പത്തുണ്ടോ, അത് നിനക്ക് യേശുവുമായി ഒന്നു ചേരുന്നതിന് വിഘ്നമാണ്. അതുകൊണ്ട് വളരെ ക്ലിയർ ആണ്, പൊന്നും മക്കളെ, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിൽ കടന്നു പോകുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇംപോസിബിൾ എന്നാണ് കരുതുന്നത്. ഇതിനൊക്കെ വളരെ വ്യാഖ്യാനിക്കും. ഒട്ടകം സൂചിക്കുഴി എന്ന് പറഞ്ഞാൽ ഈ ജെറൂസലേമിൽ ഒരു സൂചിക്കുഴ പോലെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, അതിലൂടെ കടന്നതിനെ കുറിച്ച് അതൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഈ പണക്കാരെ സൂചിപ്പിക്കുക എന്നുള്ളത് നമുക്കൊരു ടെൻഡൻസിയാണ്, ഈ സുവിശേഷ പ്രഘോഷകരുടെ. ആൻഡ് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ധനവാനാണോ നീ, നിനക്ക് ഒരു പരിധിയിൽ കൂടുതൽ സമ്പത്തുണ്ടോ, നിന്റെ കാര്യം പരിതാപകരമാണ്. നീ രക്ഷപ്പെടില്ല. ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഓക്കെ, നിന്റെ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല, നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല, നിന്റെ കുടുംബത്തിൽ ദൈവരാജ്യത്തിൻ്റെതായിട്ടുള്ള ആനന്ദം ഉണ്ടാവില്ല. പിന്നെ സന്തോഷമൊക്കെ ഉണ്ടാവും കേട്ടോ. സന്തോഷത്തിൽ നമുക്ക് വലിയ വിസ്കി ഉണ്ടാവും, വലിയ കാറുകളുണ്ടാവും, കുറേ 2-3 ബെഡ്റൂമുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അതിലൊക്കെ ഓരോന്നിൽ കിടക്കുമ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തെ സന്തോഷം ഉണ്ടാവും, ഇല്ലേ? ഇതൊക്കെ കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാണ്, എല്ലാ വിഭവസമൃദ്ധം കഴിച്ച് ഈ അരച്ചാൻ വയറ് നിറയുമ്പോൾ വരുന്ന സന്തോഷമുണ്ട്. എത്ര നേരമുണ്ട്? ഒരു 15-20 മിനിറ്റ്. അത് കഴിഞ്ഞ് നിൻ്റെ മുമ്പിൽ നല്ല ലോകത്തെ ഏറ്റവും വലിയൊരു ഡിഷ് കൊണ്ട് വെച്ചത്, അയ്യോ വേണ്ട എന്ന് പറയും. ഇല്ല, അത്രേ ഉള്ളൂ. കാരണം അങ്ങനത്തെ സന്തോഷങ്ങൾ കുറച്ചുണ്ടാവും. പക്ഷേ യു മിസ് ദ ജോയ് ഓഫ് ഹെവൻ. അപ്പോൾ അതിന് പൊന്നു സഹോദരങ്ങളെ, ഇതെല്ലാം ഉപേക്ഷിക്കാതെ ഒരു വഴിയില്ല. അതുകൊണ്ട് ഈ ധനികനായ യുവാവ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ സൂചിപ്പിച്ചു പോയതാണ്. അതായത് ഇസ്രായേൽ ജനം ആരാധിച്ച ആ സ്വർണ്ണക്കാളക്കുട്ടി, ദ ഗോൾഡൻ ബുൾ ഇന്ന് കാണുന്നില്ലേ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിൽക്കുന്നൊരുത്തൻ? അവൻ തന്നെയാണ് അവൻ. ഇന്ന് ലോകത്തെ എല്ലാത്തിനും ഭരിക്കുന്ന അവൻ തന്നെയാണ്. എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ഭരിക്കുന്നത്. എന്ന് വെച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിക്ഷേപിക്കേണ്ടതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ ഈ സ്പെക്കുലേഷനുള്ള അത് തിന്മയാണ്. അതായത് ചുളുവിലേക്ക് ഇന്ന് രാവിലെ നിക്ഷേപിച്ച് പൈസ ഉണ്ടാക്കുന്നവരുടെ അതല്ല. യു ക്യാൻ ഇൻവെസ്റ്റ് ആൻഡ് നിനക്ക് പണമുണ്ട്. പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാൻ ഒട്ടും എതിരല്ല. പണം വേണം, നമുക്ക് പണം സമൃദ്ധമായിട്ട് വേണം. പക്ഷേ പണത്തിനോടുള്ള നമ്മളുടെ മനോഭാവവും പണത്തിനോട് നമ്മളുടെ ഈ ആശ്രയത്വം നമ്മൾ ഉപേക്ഷിക്കണം. നമ്മൾ യേശുവിലാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ കീശയിലാണ് നമ്മുടെ ആശ്രയം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഇത് വിട്ടിട്ടുള്ള വിശ്വാസ പരിപാടികളൊന്നുമില്ല. ഇതില്ലാതെ നമുക്ക് പറ്റത്തില്ല സഹോദരൻ. എനിക്ക് വിശ്വാസം നീ വളരുന്നുണ്ടോ, ഇത് വിട്ട് വരണം, അല്ലാതെ ഒരു രക്ഷയില്ല. ഇത് പറയുമ്പോൾ സമ്പന്നരെന്ന് പറയുമ്പോൾ വേറൊരു കാറ്റഗറി ഉണ്ട്. വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യർ നമ്മുടെ കൂടെയിലുണ്ട്. പക്ഷേ അവർക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ സമ്പത്തില്ലാത്തതിനെ കുറിച്ച് വളരെയധികം ദുഃഖിതരും നിരാശരും ദൈവത്തോട് ഒരു പരിധി വരെ പരിഭവം പറയുന്നത്. ആൻഡ് യു ആർ ഈക്വലി, ഈ ധനം ഇല്ലാത്തത് ഉള്ളവരും ഇതില്ലാത്തതിനെ കുറിച്ച് വേദനയും ദുഃഖവും പരിഭവം ഉള്ളവൻ്റെ സ്ഥിതി ഒന്ന് തന്നെയാണ്. ഇത് രണ്ടും ധനവാന്റെ അവസ്ഥയിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് വെറും സമ്പത്ത് മാത്രമാണെന്നുള്ളതല്ല. സമ്പത്തില്ലാത്തവർ ഇതിനെക്കുറിച്ച് ആകുല ഉത്കണ്ഠയും ചിന്തയൊക്കെ ഉണ്ടോ എങ്കിൽ നിന്റെ കാര്യം കട്ടപ്പൊക്കെയാണ്. കാരണം നിനക്കൊരിക്കലും യേശുവുമായിട്ടൊന്നും ചേരാൻ പറ്റത്തില്ല. ഇവിടെയാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, വെളിപാട് പുസ്തകം നമ്മളെ പറയുന്നുണ്ട് 2-ാമത്തെ അധ്യായം. വെളിപാട് പുസ്തകം 8-ാമത്തെ സ്മിർനായിലെ സഭയ്ക്ക് ദൈവത്തിൻ്റെ ദൂതൻ എഴുതുക. ആദിയും അന്തവുമായവൻ, മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ പറയുന്നു,
നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം, എങ്കിലും നീ സമ്പന്നനാണ്. ഓക്കെ, ഈ സമ്പത്താണ് നമുക്ക് വേണ്ടത്. നമുക്കിവിടെ ഞെരുക്കങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, പക്ഷെ നമ്മൾ സമ്പന്നരാണ്. കാരണം വെച്ചാൽ ദൈവകൃപയിൽ സമ്പന്നനാണ് നീ. ദൈവകൃപയിൽ സമ്പന്നരാകണം. അതുകൊണ്ട് നിന്നിൽ കൃപയുണ്ടോ, നിന്റെ ഭവനത്തിൽ കൃപയുണ്ടോ, നിന്നിൽ കൃപയുണ്ടോ, നീ സമ്പന്നനാണെന്ന് എങ്ങനെ അറിയാം? നിന്റെ മക്കൾ, നിന്റെ ഭാര്യ, നിന്റെ കൊച്ചുമക്കൾ, നീ ബന്ധപ്പെട്ടവരെല്ലാം ദൈവരാജ്യത്തിലായിരിക്കും. ഇതാണ് അതിൻ്റെ അടയാളം എന്ന് പറയുന്നത്. അതിന് ഈ ലോകത്തിലെ സമ്പത്ത് നമ്മൾ ഉച്ഛിഷ്ടമായിട്ട് കരുതിയേ പറ്റൂ. അതായത് അതിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ വചനങ്ങൾ വളരെ കൃത്യം. നിന്റെ ഞെരുക്കവും ദാരിദ്ര്യം എനിക്കറിയാം, എങ്കിലും നീ സമ്പന്നനാണ്. യഹൂദരെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെ അല്ലാതെ സാത്താൻ്റെ സിനഗോഗായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. ഇന്നനേകം സഭകൾ, കൂട്ടായ്മകൾ, നമ്മളിങ്ങനെ യേശുവിൻ്റെ പേരൊക്കെ പറഞ്ഞു നടക്കുക. പക്ഷേ വചനം വളരെ കൃത്യമായിട്ട് പറയുകയാണ്, നമ്മൾ അങ്ങനെ അല്ലാതെ സാത്താൻ്റെ സിനഗോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥനയും പരിപാടിയൊക്കെ 4 കാശ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഭയങ്കര മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ ഉണ്ട്. ഇന്ന് കാണാം, ഒരു 10 വർഷം മുമ്പ് ലോകത്തിന് ഫേമസ് ആയിരുന്നു ഓൾ ദ പ്രീച്ചേഴ്സ് ഇൻ ദ വേൾഡ്. ഇന്ന് തലയും കുത്തി വീണ് കിടക്കുകയാണ്. എന്താണ്? ദേ ആർ നോട്ട് പ്രീച്ചിങ് ദ ഗോസ്പെൽ, ദേ ആർ പ്രീച്ചിങ് ദ മോട്ടിവേഷൻ സ്പീക്കേഴ്സാണ്. ലോകത്തുള്ള ഒരു 90% സോ കോൾഡ് ക്രിസ്ത്യൻ ഈ പ്രീച്ചേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് പ്രീച്ചിങ് ദ ഗോസ്പെൽ. നിനക്കെങ്ങനെ സമാധാനം ഉണ്ടാകും, നിനക്കെങ്ങനെ സന്തോഷം ഉണ്ടാകും, നിനക്കെങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കാം, ഇതിനെക്കുറിച്ചാണ് ഈ സിനഗോഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ദേവാലയത്തിൽ, പിന്നെ നമ്മുടെ കത്തോലിക്ക ദേവാലയത്തിൽ പിന്നെ അങ്ങനത്തെ പ്രഘോഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സോ കോൾഡ് ബാക്കി സുവിശേഷ പ്രഘോഷണ സ്ഥലങ്ങൾ, ഇതെന്താണ്? എങ്ങനെ ഈ ലോകത്തിൽ കുറെ കൂടി സമ്പത്ത് ഉണ്ടാക്കാൻ കാര്യങ്ങൾ. അല്ലാണ്ട് നമ്മൾ ഈ നിത്യജീവിതത്തെക്കുറിച്ച് ആരും പറയുന്നില്ല. യേശു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് വായിച്ചു പോവാം, എന്നിട്ട് പറയാം. അപ്പോൾ സാത്താൻ്റെ സിനഗോഗായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങൾ ഞാൻ അറിയുന്നു. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. ഓക്കെ, നമുക്ക് ഈ വരുന്ന നാളുകളിലൊക്കെ കുറച്ച് കഠിനമായ സഹനങ്ങളും വേദനകളൊക്കെ ഉണ്ടാവും. ഓക്കെ, നീ ഉടനെ സഹിക്കാനിരിക്കുന്നത് നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ചിലരെ പിശാച് തടവിലാക്കാനിരിക്കുന്നത്, അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. കാരണം ഈ കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസം ഒത്തിരി പരീക്ഷിക്കപ്പെടും. വിശ്വാസം പരീക്ഷിക്കപ്പെടാതെ നിന്റെ ഹൃദയത്തിൽ എന്താണ് തിരിച്ചറിയുന്നത്? നമ്മൾ ധനികനായ യുവാവിനെ കണ്ട്, ആ ലോകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ഫ്രോഡായിരുന്നു അവൻ്റെ അത്രയും ഭക്തനായ ഒരുത്തൻ ആ നാട്ടിലുണ്ടായിരുന്നു. അവൻ്റെ കപടഭക്തി കണ്ടപ്പോൾ തന്നെ യേശു ക്രിസ്തു എടുത്ത് പൊളിച്ചിട്ടടക്കുന്നുണ്ട് അവനെ. കാരണം അവൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ്ടും ചോദിക്കുന്ന ചോദ്യമാണ്, നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണം? ഇല്ലേ? ഇതേപോലെ അവൻ്റെ ഹൃദയത്തിൻ്റെ വിചാരം മനസ്സിലാക്കാൻ ഒരു ടെസ്റ്റ് അങ്ങ് ഇട്ട് കൊടുത്ത്, എടാ മോനെ, നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് എന്നെ ഒന്ന് അനുഗമിക്കാനും. പണിപ്പാളിയില്ലേ? ഇത്ര നേരം കാണിച്ചതും കൽപ്പന പാലിച്ചതും വിശ്വാസവും ദിവസം 3 നേരം ഉപവസിച്ചതും 3 ദിവസം നിസ്കരിച്ചതും പ്രാർത്ഥിച്ചതും ദശാംശം കൊടുത്തതൊക്കെ വേസ്റ്റായില്ലേ? ഇതുപോലെ ഈ നാളുകളിൽ നമ്മൾ പരീക്ഷിക്കപ്പെടും. നിനക്ക് എവിടെയൊക്കെയാണ് നീ ബന്ധനത്തിൽ കിടക്കുന്ന ആ മേഖലകൾ നീ പരീക്ഷിക്കപ്പെടും. ഇതിനകത്ത് ഒരു 90% പേരും പരീക്ഷിക്കപ്പെടാവുന്ന മേഖലയാണ് സാമ്പത്തിക മേഖല. ഓക്കെ, കാത്തിരിക്കുക. There will be tremendous famine, tremendous problems. Okay, crunch will be there in the world. ലോകം വലിയ ഞെരുക്കത്തിലേക്ക് കടന്നു പോകാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാം, നീ ഉടനെ സഹിക്കാനിരിക്കുന്നതിനെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു, അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. അപ്പോൾ പിശാച് പിടിച്ച് നമ്മളെ പൂട്ടും. പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക മേഖലയൊക്കെ കെട്ടപ്പെടും. അപ്പോൾ ഇതെന്തിനാ പരീക്ഷിക്കപ്പെടുന്നതാണ്? അപ്പോഴും നീ ആരെയാണ് സേവിക്കുന്നത്? അപ്പോഴും നിനക്കൊരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? അപ്പോഴും നീ സുവിശേഷം പ്രസംഗിക്കുമോ? അപ്പോഴും നീ യേശു ക്രിസ്തുവിനെ ജീവൻ നിലനിർത്താൻ വേണ്ടി നിലനിൽക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പരീക്ഷ കഴിയുമ്പോൾ നമുക്ക് ഒറിജിനൽ യേശു വരുമ്പോഴത്തേക്ക് നമ്മളെ ഒരുക്കണം. അല്ലാണ്ട് നമ്മൾ ഈ പല സഭക്കാർ പറയുന്നതാണ് നാളെ വന്ന് മറ്റന്നാൾ പോകുന്നതാണ്. ഇതിനൊക്കെ കർത്താവ് ഒരുക്കും നമ്മളെയൊക്കെ. ദൈവത്തിന്, ഈ സഭക്കാരെ ദൈവത്തിന് സ്നേഹമാണ് കേട്ടോ. ഞാൻ പലപ്പോഴും ഈ പെന്തക്കോസ്ത സഭക്കാരെ കുറിച്ചൊക്കെ ഇടയ്ക്ക് പറയുമ്പോൾ എനിക്ക് അവരെ വലിയ ബഹുമാനവും സ്നേഹമാണ്. കാരണം നിങ്ങളുടെ തീക്ഷ്ണതയൊക്കെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. വചനത്തിനോടുള്ള ദാഹവും സുവിശേഷം പ്രഘോഷിക്കാനും ഒക്കെയുള്ള കാര്യം. പക്ഷേ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങളില്ലാത്ത നിങ്ങൾ വരണം. അവസാനം നമ്മളെല്ലാവരും ആ യേശുവിൻ്റെ സഭയിൽ എത്തിയേ പറ്റൂ, അല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഈ സ്നേഹത്തോടെ വിളിക്കുന്നതാണ്. നിങ്ങളോട് ഒത്തിരി ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ പണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത്തിരി പ്രശ്നം തന്നെ, ബന്ധനത്തിൽ തന്നെയാണ്. ഒരു 90% പീപ്പിൾ ആൻഡ് പാസ്റ്റേഴ്സ് ആൻഡ് ദ ചർച്ച് ഈസ് ഇൻ ബോണ്ടേജ് ബിക്കോസ് യു ഡോണ്ട് ഹാവ് ദ ഫ്രീഡം ടു ത്രോ ഇറ്റ് അവേ. അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതൊരു വലിയ പ്രോബ്ലമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ്. നിങ്ങൾ ഈ സമ്പത്തിനുള്ള താല്പര്യം മൂലം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തില്ല.
ഒരു വലിയ സാമ്പത്തിക ഞെരുക്കമുള്ള ബുദ്ധിമുട്ടുള്ള ചിലവുള്ളൊരു പരിപാടി. നീ കുറേ അധ്വാനിക്കണം, നീ കുറേ സമ്പത്തിലാക്കണം കുഞ്ഞുങ്ങൾ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ. പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെടുത്താനായിട്ട് താല്പര്യമില്ല. ഇതൊക്കെയാണ് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴി. അല്ല നമ്മൾ പറയുന്ന പോലെ വെറുതെ വിശ്വാസം, മുങ്ങിക്കോ പൊങ്ങിക്കോ ഏറ്റുപറഞ്ഞോ രക്ഷപ്പെട്ടു അങ്ങനെ രക്ഷപ്പെടുകയൊന്നുമില്ല. അപ്പം അതിന് നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തികളിൽ അത് വരണം. അതിലേറ്റവും പ്രാവർത്തികമായി വരേണ്ട ഒരു മേഖലയാണ് നീ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന മേഖല. ചില ബന്ധനത്തിലാണ്. 90% ക്രിസ്ത്യൻസ് ആർ ഇൻ ബോണ്ടേജ്. അതിന് വചനം പറയുന്നത്, നിങ്ങളെ ചില പിശാച് തടവില്ല, അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാവും. മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയോളം കേൾക്കട്ടെ. വിജയം വരിക്കുന്നവൻ തീർച്ചയായും രണ്ടാമത്തെ മരണത്തിന് അധീനനല്ല. അപ്പം നമുക്ക് രണ്ടാമത്തെ മരണത്തിൽ നമ്മൾ വീഴരുത്. ഓക്കെ, അതായത് നിത്യവിധി, ആ വിധിയിൽ പെടാതിരിക്കണം. അതിനുള്ള വഴിയാണ് ഈ സനാതന സുവിശേഷം നമ്മൾ കേൾക്കുന്നത്. വിധിയുണ്ട്, ലോകം മുഴുവൻ വിധിക്കപ്പെടും. ഇതിനു മുമ്പ് കുറേ പേർക്ക് മരിച്ചു പോവും, നമ്മൾക്ക് ചിലപ്പോൾ മരിച്ചു പോവും. പക്ഷേ നമുക്കതിന് ശേഷം ഒരു ഉയർപ്പുണ്ട്. അതിനുശേഷം ഒരു രണ്ടാമത്തെ ഒരു നിത്യ മരണമുണ്ട്. ഈ മരണത്തിലേക്ക് നമ്മൾ പോകരുത്. അതിനുള്ള വലിയ തടസ്സമാണ് ഈ ബന്ധനം. അപ്പം അതുകൊണ്ട് യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യരിത് സാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്കെല്ലാം സാധിക്കും. അപ്പോൾ ധനികനായ യുവാവ് ആരാണവൻ? പുറപ്പാട് പുസ്തകത്തിലെ കാളക്കുട്ടി. അതിനെ ആരാധിച്ചു. അതിനെന്ത് ചെയ്തു? മോശ മോനെ ഒരു കാര്യം ചെയ്യാൻ, അത് 10% എടുത്തിട്ട് ഇവർക്കെല്ലാം മാറ്റി വെക്ക്, അതിന് ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തു. അങ്ങനെയാണ് പറഞ്ഞത്. ഇല്ല, അത് മുഴുവൻ തകർത്ത് കളയണം. കാരണം ഈജിപ്തിലുണ്ടായിരുന്ന സകല കാളകളെയും കന്നുകാലികൾ അതിനെല്ലാം ആരാധിച്ചിരുന്നു ഈജിപ്തുകാർ. ഈ ലോകത്തിലെ മനുഷ്യർ, ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പോയിട്ടുള്ള, ഈ ലോകത്തിലെ എല്ലാ മതത്തിലുള്ളവരും ദൈവത്തെ സേവിക്കുന്നതിനാണ് ഈ പണം കിട്ടാൻ വേണ്ടി 5 കാര്യങ്ങൾ: സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, സുസ്ഥിതി അല്ലെങ്കിൽ സൽപ്പേര്, പിന്നെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ നല്ല കന്നുകാലികൾ, നല്ല കാലാവസ്ഥ. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തുള്ള എല്ലാ മതത്തിലുള്ളവരും ദൈവത്തിൻ്റെ പുറകെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യദൈവം ഭൂമിയിലേക്ക് വന്ന് പറഞ്ഞു, നിനക്ക് എന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഇത് മുഴുവൻ ബലിയായി നൽകണം. 10% കൊടുത്താൽ പോരാ. ഇപ്പോഴും 10 കൊടുത്ത് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നിന്റെ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടല്ലോ, പണം ഉണ്ടാവും. 10 കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സാമ്പത്തിക ഭദ്രത, ലാഭം ഉണ്ടാവും. അത് ഡെഫിനറ്റായിട്ട്, കാരണം അത് പണം കൊടുക്കുന്നത് സ്വാഭാവികം കിട്ടുന്നൊരു കാര്യമാണ്. പക്ഷേ നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടോ? നിന്റെ ജീവിത പങ്കാളി രക്ഷപ്പെടുവോ? ലോത്തിന്റെ ഭാര്യയെ പോലെ എല്ലാം കൂടി പ്രശ്നം വരെ തിരിച്ചു പോകുമ്പോൾ ഉപ്പ് തൂണായിട്ട് പോകൂലേ? എത്ര എണ്ണം വീട്ടിൽ ഉപ്പ് തൂണായിട്ട് നിൽക്കുന്ന ആലോചിച്ച് നോക്കുക. നീ ചിന്തിക്കുക, നീ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടുമ്പോൾ നിന്റെ ഭാര്യ വരുവോ? നിന്റെ മക്കൾ വരുവോ? സൊദോം ഗമോറ നശിപ്പിക്കപ്പെടാൻ പോകുന്ന സമയമായി. ഇറങ്ങിക്കോളാൻ പറയാണ്. ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഇറങ്ങിയില്ല. ലോത്തിന്റെ മക്കൾക്ക് വിവാഹാലോചന മക്കൾ പറയും, ഒന്ന് പോടാപ്പേ എന്ന് പറഞ്ഞു. നമ്മുടെ കൊച്ചി ഭാഷയിൽ ഒന്ന് പോടാപ്പേ എന്ന് പറഞ്ഞു. എന്താ കാര്യം? നമുക്കിതൊന്നും വിട്ടിട്ട് വരാൻ പറ്റത്തില്ല, നിങ്ങളവിടെ പോയിക്കോളാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ അവസാനം ലോത്തിന്റെ ഭാര്യ എന്ത് ചെയ്തു? തിരിഞ്ഞു നോക്കരുത് പറഞ്ഞു. പക്ഷെ അവൾക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അവളുടെ ഹൃദയം അവിടെയാ. നിന്റെ ഹൃദയം എവിടെയാണ്? നിന്റെ ജീവിത പങ്കാളിയുടെ ഹൃദയം എവിടെയാണ്? നിന്റെ മക്കളുടെ ഹൃദയം എവിടെയാണ്? നിന്റെ കൂടപ്പിറപ്പുകളുടെ ഹൃദയം എവിടെയാണ്? അല്ലയോ വിശ്വാസി, അല്ലയോ സുവിശേഷ പ്രഘോഷക, ഇതൊക്കെ വിട്ടിറങ്ങാൻ പറ്റുമെങ്കിൽ നീ ഭാഗ്യവാൻ. ഓക്കെ, പക്ഷേ ഇതൊന്നും വിട്ടിറങ്ങാൻ പറ്റത്തില്ല. നമ്മുടെയൊക്കെ മക്കൾ ഇങ്ങനെ നടക്കല്ല, പൗണ്ട് യൂറോ ഒക്കെ ഉണ്ടാക്കി നടക്കുക. നാളെ പറയടാ മോനെ ഇങ്ങോട്ട് പോരടാ, രാജ്യത്തൊക്കെ വലിയ പ്രശ്നങ്ങൾ വരാൻ പോവാണ്. 2025-26 ഈ രാജ്യങ്ങൾ, യൂറോപ്പ് ആൻഡ് അമേരിക്ക വിൽ ഗോ ത്രൂ എ സിവിയർ ഫാമിൻ ആൻഡ് പ്രോബ്ലംസ് ആൻഡ് ചാലഞ്ചസ് ആൻഡ് വാർ. വിളിക്കുക അങ്ങോട്ട് വരാൻ, വരുവോ? വരത്തില്ല. അതിൽ പെട്ടുപോകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പ്രശ്നം നോക്കുക. ഇന്ന് നിന്റെ ഭവനത്തിലുള്ളവര് ഈ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നിന്റെ കൂടെ വരുവോ? ഉപ്പ് തൂണായി പോകൂലേ? കാരണം മനസ്സിലാക്കുക, അതിന്റെ കാരണം എന്താണെന്നറിയോ? നിന്റെ ഉള്ളിൽ ഈ സാധനം ഇരിപ്പുണ്ട്. നിന്റെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ദൈവകൃപയും സ്വർഗീയ ആനന്ദവും ആത്മരക്ഷയും നടക്കണമെങ്കിൽ, നിന്റെ സമ്പത്തിൻ്റെ 50% യു ഹാവ് ടു ത്രോ ഇറ്റ് അവേ ടു ദ പുവർ പീപ്പിൾ. അതിനൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവണം, അവിടേക്ക് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ഇതിലൊന്നും അല്ലാണ്ടൊന്നും നമ്മളാരും രക്ഷപ്പെടില്ല പൊന്നു സഹോദരങ്ങളെ. അത് കൊടുക്കുന്നതനുസരിച്ച് എനിക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാകും. കാരണം നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും നമ്മുടേതല്ല. നമ്മളൊക്കെ ദൈവത്തിൻ്റെ സൂക്ഷിപ്പുകാർ മാത്രമാണ്. ഈ ഭൂമിയും അതിലുള്ള സമസ്തവും എൻ്റെതാണ്. എനിക്കിഷ്ടമുള്ളവരെ ഞാൻ ഉയർത്തും, എനിക്കിഷ്ടമുള്ളവരെ ഞാൻ താഴ്ത്തും. അതുകൊണ്ട് ഫറോയെ ഞാൻ കുറച്ച് നാൾ ഉയർത്തി, കുറച്ച് നാൾ ഞാൻ പുട്ടിനെ ഉയർത്തും, കുറച്ച് നാൾ ഞാൻ ബൈഡനെ ഉയർത്തും, കുറച്ച് നാൾ അവരെ ഉയർത്തും. ഇത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് താഴത്തോട്ട് വലിക്കും. ഇതിനെല്ലാം ഞാനൊന്ന് കുലുക്ക് നേരെയൊക്കെ ആക്കി. ഇതെല്ലാം എൻ്റെ കൺട്രോളിൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. ഇതിൻ്റെ വെറും സൂക്ഷിപ്പുകാർ മാത്രമാണ് നമ്മൾ. വി ആർ ഓൾ സ്റ്റൂവേർഡ്സ്, കാര്യസ്ഥൻ. അതിലേക്ക് ഞാൻ വരാം.
അതുകൊണ്ട് അപ്പോൾ ഈ കാര്യസ്ഥത ചോദ്യം ചോദിക്കും. അതുകൊണ്ട് നമ്മളാരും ഇത് കെട്ടിപ്പിടിച്ചുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടതിൽ സമൃദ്ധമായിട്ട് ദൈവം തരും. പക്ഷേ ഇതിനെ നമ്മൾ സേവിക്കാൻ പാടില്ല. ഇതിനെ സേവിച്ചുകൊണ്ടിരിക്കാൻ ധനവാന്മാരെ നിനക്ക് ദുരിതമാണ്. ഞാൻ വീണ്ടും പറയുന്നത് ദുരിതമാണ്. വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ വലിയ ദുരിതമാണ് ഉണ്ടാകാൻ പോകുന്നത്. എൻ്റെ വാക്കുകളല്ല, യാക്കോബ് ശ്ലീഹയുടെ വാക്കുകളുണ്ട്, പൗലോസ് ശ്ലീഹയുടെ വാക്കുകളുണ്ട്. ഒന്ന് വായിച്ചു പോകാൻ നിങ്ങൾക്ക് കേൾക്കാൻ ഒട്ടും താല്പര്യമുള്ളൊരു വചനമല്ല അത്. ഈ വാക്യമൊന്നും അധികം ആൾക്കാരൊന്നും സുവിശേഷ പ്രഘോഷണത്തിൽ പറയാറില്ല. കാരണം ഒന്ന്, ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിതരാകണം. രണ്ട്, ഇത് പറയുമ്പോൾ എന്താ വെച്ചാൽ നിൻ്റെ കൂട്ടായ്മയിൽ നിൻ്റെ സഭയിൽ വരുന്ന സമ്പത്ത് തരുന്ന ആൾക്കാർ ചിലപ്പോൾ ഇട്ടു പോകും. ഓക്കെ, അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്കിവരെല്ലാം വേണമല്ലോ. അതിൻ്റെ ഒരു കാര്യമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാവരെയും സുഖിപ്പിച്ച് നടത്തുകയാണ്. നമ്മളിങ്ങനെ സുഖിപ്പിച്ച് നടന്ന് നീ സ്വർഗരാജ്യത്തിൽ പോകത്തില്ല, അവരും സ്വർഗത്തിൽ പോകത്തില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഈ നേരത്തെ പണ്ട് പറയുന്ന പോലെ ഈ ലോകത്തിലെ മൾട്ടിനാഷണൽ കമ്പനികളുണ്ട്. അവരവരെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ടേസ്റ്റും താല്പര്യം അനുസരിച്ചാണ് അവരുടെ വർക്കിംഗ് പ്രോഗ്രസ് നടത്തുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് താല്പര്യമുള്ള രീതിയിലാണ് അവർ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ സുവിശേഷ പ്രഘോഷണം അങ്ങനെയല്ല. നമ്മളെ ഇൻവെസ്റ്റേഴ്സിന് താല്പര്യം, നമ്മളെ ശ്രോതാക്കളെ, നമ്മളെ സഹായിക്കുന്നവരും താല്പര്യം നോക്കിയിട്ടല്ല സുവിശേഷം പറയേണ്ടത്. അത് യേശു പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന പോലെ പറയണം. അതിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ സനാതന സുവിശേഷം എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കേൾക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നീ അനുസരിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം നീ ദർശിക്കും. യെശയ്യായുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ അനുസരിക്കാതിരുന്നാൽ വാളിനിരയാകും. അനുസരിച്ചാൽ നീ ഐശ്വര്യം, നിൻ്റെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യം നിനക്കും. ഐശ്വര്യം എന്ന് പറയുമ്പോൾ സ്വർണം വെള്ളി കുന്നുകൂടുന്നല്ല, ത്രിത്വൈക ദൈവത്തിൻ്റെ ജീവനിലുള്ള ഭാഗഭാഗിത്വം, കൃപയിൽ നീ വളരും. ഈ കൃപ നിനക്ക് ആവശ്യമാണ്, നിൻ്റെ മക്കൾക്ക് ആവശ്യമാണ്, നിൻ്റെ കൂടപ്പിറപ്പുകൾക്ക് ആവശ്യമാണ്, നീയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സംവിധാനങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇതിൽ നീ ഐശ്വര്യമുള്ളവനായിരിക്കണം. ഓക്കെ, അപ്പോൾ പൗലോസ് വളരെ കൃത്യമായി പറയണേ 1 തിമോഥെയോസ് 6:10, എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. അപ്പം നമുക്കിത് സമ്പത്ത് വേണ്ട എന്നുള്ളതല്ല, നമുക്ക് ആവശ്യമുള്ളതിൽ അധികം ദൈവം നമുക്ക് തരും. ബിക്കോസ് അവർ ഗാഡ് ഇസ് എ വെൽത്തി ഫാദർ. മേരാ ബാപ്പ് ബഹുത് ബഡാ ആദ്മി ഹൈ. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ, ഞാനിങ്ങനെ പറയുമ്പോൾ എൻ്റെ അപ്പം ഭയങ്കര സമ്പന്നൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, എൻ്റെ അപ്പം ഭയങ്കര സമ്പന്നൻ. എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാകണം? സമ്പത്തിൻ്റെ അർത്ഥം എന്താണ്? നീ കൊടുക്കണം. നിനക്കൊരു 19 ലക്ഷം രൂപ നീ ഒരാൾക്ക് കടം വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതർത്ഥം മുഖ്യം വിചാരിക്കുക. അപ്പോൾ നീ എന്ത് ചെയ്യും? അനുഗ്രഹിക്കണം അവനെ. ദൈവം അനുഗ്രഹിക്കണമെന്ന് പറയും. എന്നിട്ട് യാതൊരു പരിഭവം പരാതിയില്ലാതെ അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് പറയേണ്ടത് മേരാ ബാപ്പ് ബഹുത് ബഡാ ആദ്മി ഹൈ. ഓക്കെ, അങ്ങനെയുള്ളവർ എൻ്റെ കൂടെ വരണം കേട്ടാ. ഐ ലവ് ദോസ് പീപ്പിൾ. അല്ലാതെ എൻ്റെ കാര്യങ്ങൾ വീട് പണി നടന്ന് കാറ് മേടിക്കാൻ പറഞ്ഞത് എൻ്റെ ബാപ്പ് വിടുന്നല്ല, അത് ബടയല്ല. അതിപ്പോൾ ലോകത്തിലെ കൃഷ്ണൻ രാമനാൻ നമ്മുടെ തൃശ്ശൂർ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാത്തനൊക്കെ തരും. അപ്പോൾ അതൊരു തരുന്ന സാധനമല്ല. ഇതെന്താ വെച്ചാൽ സമ്പത്ത് നഷ്ടപ്പെടുന്നതിലുള്ള ഒരു സന്തോഷമുണ്ട്. ഈ സന്തോഷത്തിലേക്ക് നമ്മൾ വരാം. വെളിപാട് പുസ്തകത്തിൽ വായിച്ചില്ലേ, നീ ദരിദ്രനാണെന്ന് പറയാം, പക്ഷെ നീ സമ്പന്നനാണ്. എന്താണ് ഈ സമ്പന്നൻ എന്ന് പറയുന്നത്? നമ്മൾക്ക് വചനം പറയും, നമ്മൾ വചനത്തെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ പറയണ്ട മേരെ ബാപ്പ് ബഹുത് ബഡാ ആദ്മി ഹൈ. ഇത് കണ്ട് വേറെ പല ആൾക്കാരോട് പറയും എൻ്റെയും ബാപ്പ് ബഹുത് ബഡാ ആദ്മി ഹൈ. എന്തിനാണ്? നമ്മളുടെ സമ്പത്ത് മറ്റുള്ളവർ കൊണ്ടുപോകുമ്പോൾ, അതായത് 1000 10,000 ഒന്നുമല്ല, ലക്ഷങ്ങൾ, കോടിക്കണക്കിന് രൂപ എൻ്റെ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് പരിഭവങ്ങളില്ല, പരാതികളില്ല, നമ്മളവരെ ശപിക്കാറില്ല, നമ്മളതിനെ ചോദിച്ച് നടക്കാറില്ല. ഓക്കെ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ വായ്പ കൊടുക്കണം. ഇങ്ങനെയുള്ള വായ്പ കൊടുക്കുമ്പോൾ അത് കൊണ്ടുപോകും. വായ്പ കൊണ്ടുപോയിട്ട് ലക്ഷങ്ങൾ, കോടികൾ രൂപ നമുക്ക് തരാതെ ഇരിക്കുന്ന സമയത്തും നിനക്ക് സന്തോഷിക്കാൻ പറ്റണം. ഇങ്ങനെ സന്തോഷിക്കുന്ന സമയത്താണ് നിനക്ക് നല്ല ഞെരുക്കം ഉണ്ടാവും, നിനക്ക് നല്ല ബുദ്ധിമുട്ടുകളുണ്ടാവും. നിൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ പലതും നടന്നു പോകുമെന്ന് സംശയമുള്ള രീതിയിൽ കൂടി നടന്നു പോകുമ്പോഴും നിൻ്റെ മുഖത്ത് പരിഭവങ്ങളുണ്ടാകും. നിൻ്റെ കൂടെ ഉള്ളവർ ചോദിക്കും എന്താണ് ഈ കാണിക്കണത്, ഇതെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും മേരാ ബാപ്പ് ബഹുത് ബഡാ ആദ്മി ഹൈ. അവൻ തരും, അവൻ നമുക്ക് തരുമെന്ന് സന്തോഷത്തോടെ പറയാം. പരിഭവം കൂടാതെ അവരെ കുറ്റപ്പെടുത്താതെ പറയാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ളവരെ ഞാൻ വിളിക്കുന്നുണ്ട്. യു ക്യാൻ കം ടു മീ. കാരണം എന്താ? എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം 34-ാമത്തെ വചനം, ധനത്തിൻ്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു, എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ
അറിഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മുടെ ധനം എന്താ? നമ്മൾ ഈ ഭൗതിക സമ്പത്ത് അപഹരണം സന്തോഷത്തോടെ സഹിക്കാൻ പറ്റണം. അങ്ങനെ സഹിക്കുന്നവനാണ് യഥാർത്ഥ ധനവാൻ. ഓക്കെ, ഈ ധനവാന്മാരായി നമ്മൾ പറയാം. അപ്പൊ നിനക്ക് പറയാം മെരാ ബാപ്പ് ബടാത്തിയെ. അപ്പോ ആരാണ്? കാരണം നിന്റെ സഹോദരങ്ങൾക്കല്ലേ നീ കൊടുത്തത്, നിന്റെ അപ്പൻ്റെ മക്കൾക്കാണ് കൊടുത്തത്. അവര് ചിലപ്പോൾ തിരിച്ചു തന്നിട്ടില്ല, ചിലപ്പോൾ തരാതെ പോയിട്ടുണ്ടാകും, കുഴപ്പമില്ല എന്ന് വെച്ച് മേടിച്ചവരെ ഒരു കാര്യം മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെ ഒരു സാധനമാണ് പിന്നെ നമുക്ക് ഉണ്ടായിരിക്കുക. അല്ല, അവിടെ നിനക്കൊരു കടമുണ്ട്, നമുക്കൊരു കടമുണ്ടാകാൻ പാടില്ല. പൗലോസ്ലീഹ വീണ്ടും നമ്മൾ റോമാലേഖനം 13 പറയുന്നുണ്ട്, ഇല്ല, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഈ കടം വെച്ച് നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല കേട്ടോ. നിനക്കൊരിക്കലും യേശു ക്രിസ്തുവിനോട് അടുത്ത് ചേരാനും പറ്റത്തില്ല. അതുകൊണ്ട് കടം വാങ്ങിയത് കൊടുക്കാതിരിക്കാനുള്ള വകുപ്പായിട്ട് ഇതിനെ കാണരുത്. പക്ഷെ കടം കൊടുക്കുന്നവൻ്റെ മനോഭാവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് വചനം പറയുന്നതനുസരിച്ച് 13-ാമത്തെ അധ്യായം പൗലോസ്ലീഹ ഓരോരുത്തരും മേലധികാരിക്ക് വിധേയപ്പെടും. എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല, നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. എന്നിട്ട് പറയണം പൗലോസ്ലീഹ പറയാം, റോമാലേഖനം 13:8, പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടുണ്ടാകരുത്. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾക്ക് ഒരു തരത്തിലുള്ള കടപ്പാടുണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ എന്ത് ത്യാഗം സഹിച്ചും നമ്മളുടെ കടങ്ങളൊക്കെ വീണേ ഒത്തിരി കിടപ്പത് ഞാൻ പറഞ്ഞതാണ്. ലോൺ എടുത്തത്, കടം വാങ്ങിയത്, ഇതെല്ലാം അവിടെ ഇട്ടിട്ട് നാളെ യേശു ക്രിസ്തു വരും, ഞാൻ അങ്ങ് പോകുക എന്ന് പറഞ്ഞാൽ പോകത്തില്ല. നീ കടന്ന് പോകത്തില്ല. നിനക്കുള്ള സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. അതുകൊണ്ട് ഈ എല്ലാ കടങ്ങളും വീട്ടാതെ അതിൻ്റെ ഈ നീതി എന്നൊരു ഘടകം ദൈവത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 7:21, കർത്താവേ കർത്താവേ, വലിയ പ്രാർത്ഥന നടത്തുന്ന കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, ദിവസവും പള്ളിയിൽ പോയി കുർബാന കഴിഞ്ഞ് നടക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറും. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തു, ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അനീതി പ്രവർത്തിക്കുന്നത്, ഈ വാചകം വളരെ ശക്തമാണ് കേട്ടോ. അനീതി, ദൈവത്തിൻ്റെ നീതി പറഞ്ഞാൽ അർഹതയില്ലാത്തവനും അവകാശമില്ലാത്തവരോടും അവൻ്റെ കുറവുകൾ പരിഹരിക്കാതെ അവന് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. പക്ഷേ അത് പാലിക്കണമെങ്കിൽ ആദ്യം ബേസിക് നീതി, ലോകനീതി നീ പാലിക്കുന്നുണ്ടോ? ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത് അവകാശപ്പെട്ടത് കൊടുക്കണം. ബഹുമാനവർക്ക് ബഹുമാനം കൊടുക്കണം, പണം വാങ്ങിയ പണം കൊടുക്കണം. ഇത് കൊടുക്കാത്ത നിനക്കുള്ള വചനമാണ് അനീതി പ്രവർത്തിക്കുന്നവന് നിനക്ക് ദുരിതം. ഓക്കെ, നിന്നെ ഞാൻ അറിയുന്നില്ല. അപ്പം അതുകൊണ്ട് കടം വാങ്ങിയിട്ട് കൊടുക്കാണ്ടിരിക്കുന്ന വലിയൊരു കഴിവായിട്ട് പറയടാ. പക്ഷെ കൊടുക്കുന്നവൻ്റെ മനോഭാവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ മേഖലയിൽ സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഇങ്ങനെ നമ്മൾ സമ്പത്ത്, കാരണം നമ്മുടെ സമ്പത്ത് എന്താണ്? ദൈവത്തിൻ്റെ കൃപ. അപ്പം ഈ പണം ചെലവഴിക്കുന്നത് വഴി, പണം നമ്മൾ വിട്ടുകൊടുക്കുന്ന വഴി നമുക്ക് കിട്ടുന്നൊരു സമ്പത്താണ് ദൈവത്തിൻ്റെ കൃപ. ഈ കൃപയുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് ഈ കാലഘട്ടത്തിൽ സുവിശേഷ വേല ചെയ്യാനും ആത്മാക്കളെ രക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. ഇതിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടരുത്. അപ്പം ഈ രീതിയിൽ നമ്മൾ സമ്പന്നരാകണം, ഔദാര്യമുള്ളവരാകണം. സമ്പത്ത് ദൈവം നയിക്കുന്ന വേറൊരു കാര്യത്തിനുമല്ല, മറ്റുള്ളൊരു ആത്മരക്ഷയ്ക്ക് വേണ്ടി, സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടി. കാരണം ഏത് കാലഘട്ടത്തേക്കാൾ ഈ സുവിശേഷം ലോകത്തിലെല്ലായിടത്തും ഇത്രയും നാൾ പറഞ്ഞ സുവിശേഷമല്ല കേട്ടോ. ഈ ലോകത്തിൽ രോഗം മാറാനായിട്ട്, കടം മാറാനായിട്ട്, ജപ്തി മാറാനായിട്ടുള്ള സുവിശേഷ പ്രഘോഷണമല്ല. ഇനി നഷ്ടപ്പെടുത്തുന്ന സുവിശേഷം, ഇറ്റ് സൗണ്ട്സ് ഫൂളിഷ്നെസ്, ഇറ്റ് ഈസ് ഫൂളിഷ് ഗോസ്പൽ ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവനോട്, യേശുവിനോട് ഒന്ന് ചേർന്നുണ്ടെങ്കിൽ നമ്മളും ഈ ലോകത്തിൽ പൗലോസിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞതുപോലെ, എനിക്ക് ലാഭമായിരുന്നെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ ഉപേക്ഷിക്കാതെ എന്തിനാണ്? ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിന്. പൗലോസിൻ്റെ ഭാഷ നമുക്കെടുക്കാം. ഫിലിപ്പിയരുടെ ലേഖനം 3-ാമത്തെ അധ്യായം, എൻ്റെ സഹോദരനെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഒരേ കാര്യം വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല, നിങ്ങൾക്കത് കൂടുതൽ സുരക്ഷിതത്വം നൽകും. പൗലോസ്ലീഹ പറയണത്, വി ഹാവ് ടു റിജോയ്സ് ഇൻ ദ ലോർഡ്. നമ്മളിപ്പോഴും എന്താണ് സന്തോഷിക്കണം? നമ്മളിപ്പോഴും സമ്പത്ത് തരുന്ന കാര്യങ്ങൾ, സമ്പത്തുള്ള കാര്യങ്ങളാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ അതുകൊണ്ട് ഞാനും കഴിച്ച ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കർത്താവിനോട് കാര്യം പറഞ്ഞു. എനിക്കൊരു ചെറിയ ഇൻസ്പിറേഷനൊക്കെ ഉണ്ട്. കാരണം നമ്മളിങ്ങനെ മിനിസ്ട്രിയൊക്കെ നയിക്കുമ്പോൾ സുവിശേഷം പറഞ്ഞു, നമുക്ക് എവിടെ നിന്നാണ് ഈ വചനം കിട്ടുന്നത്? നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നല്ലേ കിട്ടുള്ളൂ. നമുക്ക് ഇടയ്ക്ക് ഇൻസ്പിറേഷൻസ് ആവശ്യമാണ്. അപ്പോഴും കർത്താവ് ഒരു മേഖലയിൽ ഒരു ബ്ലെസ്സിങ് തന്നു. പക്ഷെ അതെനിക്കൊരു ചെറിയ ഇൻസ്പിറേഷൻ. അപ്പോഴും ഞാൻ മനസ്സിലാക്കണം, ഇതിപ്പോഴും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടുള്ളതാണ് ലോകത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്. കാരണം നമ്മൾ അത്രമാത്രം ഇത് നമ്മളെ സ്വാധീനിക്കുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയാണ് സന്തോഷിക്കുന്നത്? വളരെ ആത്മശോധനയാണ്. നിനക്കിപ്പോഴും ലോകകാര്യങ്ങളും ലോകത്തിന് സമ്പത്തുണ്ടാക്കുന്നതിലാണ് നിന്റെ സന്തോഷമെങ്കിൽ
നീ വളരെ പ്രശ്നത്തിലാണ്. ഓക്കെ, അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണം. ശരിയാണ്, വ്യഭിചാരം, കൊലപാതകം, വിഗ്രഹാരാധന, മറ്റു തോന്നിയവാസങ്ങളൊക്കെ നമ്മൾ നിർത്തി. ഇറ്റ് ഈസ് ഗുഡ്, ബട്ട് യു നീഡ് ടു കം ടു ദ സെക്കൻഡ് ലെവൽ. ഓക്കെ, അതാണ് സനാതന സുവിശേഷം. നമ്മൾ ആദ്യം കേട്ട സുവിശേഷം കേട്ട് നമ്മളെല്ലാവരും ഒരു കംഫർട്ട് സോണിലെത്തി നിൽക്കുകയാണ്. പക്ഷേ ഇനി അടുത്തൊരു സ്റ്റേജ് ഉണ്ട്. എന്താണ്? ദൈവം നിനക്ക് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നിൻ്റെ പ്രാർത്ഥന വഴി, നിൻ്റെ കരച്ചിൽ വഴി, നിൻ്റെ കഷ്ടപ്പാട് വഴി നിന്നെ ദൈവം അനുഗ്രഹിച്ചു. ഇതെല്ലാം നീ യേശുവിനെ പ്രതി ഉപേക്ഷിക്കണം. അതാണ് എന്നെ പ്രതി സുവിശേഷത്തെയോ എന്നെ എൻ്റെ സുവിശേഷത്തെ പ്രതി മാതാവിനെയോ പിതാവിനെയോ വയലിനെയോ മക്കളെയോ, ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. ഇതെല്ലാം ഉച്ഛിഷ്ടമായിട്ട് കരുതാം. ഉച്ഛിഷ്ടമായിട്ട് കരുതാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ സെക്കൻഡറി അല്ല. ദൈവവുമായിട്ട് സുവിശേഷമായിട്ട് ആത്മരക്ഷയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതൊന്നൊരു വിഷയമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നമ്മൾ കടം വാങ്ങി പോകുന്നവരുണ്ട്, അവർ ചിലപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ ഇതൊന്നും നിന്നെ ബാധിക്കാൻ പാടില്ല. കാരണം ഇതൊന്നും നമ്മളെ സ്വാധീനിക്കുന്നില്ല എന്ന് ദൈവം ഉറപ്പുവരുത്തും. കാരണം ഇത് ആരൊക്കെ സ്വർഗത്തിൽ പോകാൻ പോകുന്നതിനോ നമ്മളെല്ലാം ഈ വഴി കൂടി പോയേ പറ്റുള്ളൂ. കാരണം നമുക്ക് ഈ സമ്പത്ത് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഒരു ആസക്തിയാണ്. ഈ ആസക്തി നിന്നിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ദൈവം നിന്നെ പരിശോധിക്കും. നിൻ്റെ വിശ്വാസം, നമ്മൾ ഭയങ്കര പ്രാർത്ഥനക്കാരനൊക്കെ പറഞ്ഞ് നടക്കും. എന്നെയൊക്കെ കേട്ടുക കർത്താവ് അരച്ച് കരക്കി പിടിപ്പിച്ചതാണ്. കാരണം ഞാൻ ഈ സുവിശേഷം പറഞ്ഞ് നടക്കുമ്പോഴാണ് ഇതുപോലെ ഒരു 10-50 ലക്ഷം 1 കോടി രൂപയുടെ സാധനമൊക്കെ ആൾക്കാർ കൊണ്ടുപോവാണ് ഇതിൻ്റെ ഇടയിൽ കൂടി. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വേദനയും ദുഃഖം കർത്താവ് പറയാം, കൊള്ളാം മിടുക്കൻ, നീ നിന്നെ ഭയങ്കര ആരാധനയാണല്ലോ അല്ലേ, നിൻ്റെ ആരാധന സ്തുതിപ്പൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ആ സാധനം ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ ശിലാഹൃദയം എന്ന് പറഞ്ഞ ചില ശിലകളുടെ കഷ്ണം കുറേയൊക്കെ പൊട്ടിച്ച് കളഞ്ഞു നമ്മൾ. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഉള്ളിലൊക്കെ ഇതൊക്കെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി തരാണ് കർത്താവ്. അതുകൊണ്ട് എപ്പോഴും പരീക്ഷകൾ ഉണ്ടാവും. ഈ പരീക്ഷകളിൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെല്ലാം കർത്താവ് എടുക്കും. അബ്രാഹത്തിന് ഇസ്ഹാക്കായിരുന്നു ഏറ്റവും വിലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, ഇത് തമ്പുരാൻ ചെയ്യും. അതിനാണ് ഈ ലോകത്തിൽ ചില ഞെരുക്കങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതൊക്കെ നന്മയാണ്, എല്ലാം നന്മയാണ്. നമ്മൾ ലോകം പറയും, അയ്യോ ഇത് ഭയങ്കര ക്ഷാമമാണ്. ഒന്നും ക്ഷാമമില്ല, ഇതൊക്കെ ദൈവം അനുവദിക്കുന്നതാണ്. ധൂർത്തപുത്രനെ സംബന്ധിച്ചിടത്തോളം അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോൾ വലിയ ക്ഷാമമായിരുന്നു. പിന്നെ അവൻ ഞെരുക്കത്തിലായി, പിന്നെ അവന് പട്ടിണിയായി, പിന്നെ തവിട് പോലും കിട്ടാത്ത അവസ്ഥയും. എന്തിനാണ്? നിൻ്റെ പിതാവായ നിൻ്റെ അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും ആ സ്നേഹം മാത്രമാണ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടത് മനസ്സിലാക്കി ബാക്കി എല്ലാത്തിനേക്കാൾ അധികമായി ദൈവത്തെ നിൻ്റെ സമ്പത്തായി നീ പരിഗണിക്കണം. പൗലോസ്ലീഹ നമ്മളോട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ വിശ്വാസം ഈ പെന്തക്കോസ്ത സഹോദരങ്ങൾ പറയുന്ന പോലെ വിശ്വാസം കൊണ്ട് നമ്മൾ നേടുന്നത് നമുക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള, അങ്ങനെയല്ല. വിശ്വാസം വഴി നീതിയാൽ നമ്മൾ രക്ഷപ്പെടുന്നു പറയുമ്പോൾ അതിനെക്കുറിച്ച് വചനം വളരെ കൃത്യമായിട്ട് പൗലോസ് പറയാ. എങ്ങനെ പറയാ, നിങ്ങൾ കർത്താവിൽ സന്തോഷം ഒരു കാര്യം എഴുതുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല, നിങ്ങൾക്കത് കൂടുതൽ സുരക്ഷിതത്വം നൽകും. നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും പരിച്ഛേദനവാദികളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദന. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ. ഓക്കെ, വിശ്വാസിക്കുണ്ടാകേണ്ട 3 ഗുണങ്ങളാണ്. വെറുതെ യേശുക്രിസ്തു കുരിശിൽ മരിച്ചോ നമ്മൾ രക്ഷപ്പെട്ടു, ബാക്കി എന്തെങ്കിലും കുഴപ്പമില്ലെന്ന്. ഓക്കെ, ദൈവത്തിൻ്റെ കാരുണ്യത്താലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്, വിശ്വാസം വഴി തന്നെയാണ്. പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് നിന്റെ പ്രവൃത്തി മണ്ഡലങ്ങൾ ഉണ്ടാവണം. അതിലൊരു കാര്യം പറയാണ്, ആരാണ് യഥാർത്ഥ വിശ്വാസം? നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദൻ. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ. നിനക്ക് ആത്മാവിൽ ആരാധിക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. കാരണം നിന്റെ ആത്മാവിൽ എന്തുണ്ട്? ഇരിക്കുകയാണ്, ചില സാധനങ്ങൾ കയറിയിരിക്കുകയാണ്. യു ആർ ബൗണ്ട് ഇൻ യുവർ സ്പിരിറ്റ് ബൈ ദിസ് മണി ആൻഡ് വെൽത്ത്. നിനക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുക. ജഡമെന്ന് പറയുമ്പോൾ ഈ ലോകവും ലോക സംവിധാനങ്ങളിൽ ശരണപ്പെട്ടിരിക്കുന്ന നമ്മൾ ഏത് വിശ്വാസത്തെക്കുറിച്ചാണ് പറയേണ്ടത്? അപ്പം അതുകൊണ്ടാണ് ഇന്നും നമ്മുടെ സുവിശേഷം ലോകത്തിൽ സ്വീകാര്യമല്ല. ഇത്രമാത്രം ചാനലും ഇത്രമാത്രം പ്രഘോഷകരും എല്ലാം കൂടി ഇറങ്ങിയിട്ട് ആര് വിശ്വസിക്കുന്നു? കാരണം കൃപയില്ല. നമ്മളൊക്കെ കുറെ ഒച്ചപ്പാടുണ്ടാക്കുന്നതാണ്. ദർ ഈസ് നോ ഗ്രേസ്. ദ ഹോളി സ്പിരിറ്റ് ഈ പരിപാടി നിർത്തി വേറെ സ്ഥലത്ത് പോയിരിക്കുക. മനസ്സിലായില്ലേ? പത്രോസ്ലീഹ ആദ്യം പ്രസംഗിച്ചപ്പോൾ തന്നെ 3000 പേര്. കാരണം ഇവർ ഈ പറഞ്ഞ ത്രിവിധ പാപ ആസക്തികളിൽ നിന്ന് മോചിക്കപ്പെട്ടവരാണ്. കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഈ ലോകവും ലോക വസ്തുക്കളുള്ള മോഹം, ഇതിൽ നിന്ന് മോചിക്കപ്പെടാതെ നീ ഏത് സുവിശേഷം പറഞ്ഞാലും കുറച്ച് പേരിങ്ങനെ വട്ടത്തിരുന്ന് കൈയടിക്കാൻ ഹല്ലേലൂയ പറയുന്നല്ലാണ്ട് ഇതൊന്നും ലോകത്തിൻ്റെ അതിർത്തി വരെയൊന്നും പോകത്തില്ല. അതുകൊണ്ട് നമുക്കൊരു കാലഘട്ടം വരുന്നുണ്ട്, സുവിശേഷ പ്രഘോഷകരെ ഇതിനുള്ള താല്പര്യങ്ങൾ ഉപേക്ഷിക്കുക. 50% ത്രോ ഇറ്റ് അവേ ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ്. സുവിശേഷ പ്രഘോഷകർ മാത്രമല്ല, എല്ലാ ധനികരും ഉപേക്ഷിക്കാൻ തയ്യാറാകുക. ഈ സുവിശേഷത്തിലേക്ക് വരണം, യേശുവിനെ സ്വന്തമാക്കണം. പൗലോസ്ലീഹ പറയാണ്
8-ാമത്തെ വചനം, ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. അതുകൊണ്ട് ക്രിസ്തുവിനെ നേടാനും ക്രിസ്തുവുമായിട്ട് ഒന്നായി ചേരാൻ പ്രിയമുള്ളവരെ, നിനക്ക് ലാഭകരമായ, നിനക്ക് സന്തോഷം തരുന്ന പല കാര്യങ്ങളും നീ ഉപേക്ഷിക്കണം. നീ ആശ്രയിക്കുന്ന പലതും, നിൻ്റെ അഭിമാനത്തിൻ്റെ മാനദണ്ഡങ്ങൾ, നിൻ്റെ നിലനിൽപ്പിൻ്റെ മാനദണ്ഡങ്ങൾ, നിൻ്റെ എക്സിസ്റ്റൻസ് ഈ ലോകത്തുള്ളതിനെ ഉപേക്ഷിക്കാതെ, ചിലപ്പോൾ നിൻ്റെ ബിസിനസ് ആയിരിക്കാം, ചിലപ്പോൾ നിൻ്റെ സമ്പത്തായിരിക്കാം, ഇതെന്തുവാണെങ്കിലും, എന്താണ് നിനക്ക് നിൻ്റെ എക്സിസ്റ്റൻസ്, നിൻ്റെ അസ്തിത്വം എവിടെയാണ് നിൽക്കുന്നത്, അതിനെ ഉപേക്ഷിക്കേണ്ട പറ്റില്ല. പൗലോസിലേക്ക്, ഞാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്നവൻ, യഹൂദൻ, ബെഞ്ചമിൻ ഗോത്രം 8-ാം ദിവസം പരിച്ഛേദന സ്വീകരിച്ചവൻ, നിയമപ്രകാരം 613 നിയമപ്രകാരം കുറ്റമില്ലാത്തവൻ, ഗമാലിയലിന് കീഴിൽ വിദ്യാഭ്യസിച്ചു, അങ്ങനെ പല അഭിമാനകരങ്ങൾ. ഇതെല്ലാം ഉപേക്ഷിക്കാതെ എന്തിനാണ് ഉപേക്ഷിച്ചത്? യേശുവിനെ സ്വന്തമാക്കാൻ. ഇനിയുള്ള 2025 നമ്മൾ അധ്വാനിക്കണം യേശുവിനെ സ്വന്തമാക്കാൻ. അതുകൊണ്ട് ഈ സുവിശേഷം അനുസരിച്ച് തയ്യാറാകുക, പ്രാർത്ഥിക്കുക, ഉപേക്ഷിക്കാൻ തയ്യാറാവണം. ഉപേക്ഷ ലോകത്തെ സംബന്ധിച്ച് മണ്ടത്തരമാണ്, പക്ഷേ അതാണ് നമ്മുടെ അസ്തിത്വത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ. നിൻ്റെ ആത്മരക്ഷകളുടെ വഴി ഉപേക്ഷയാണ്. യേശു ക്രിസ്തു കാണിച്ചു തന്നതാണ്. അവനുള്ളത് മുഴുവൻ അവൻ ഉപേക്ഷിച്ചു. അങ്ങനെ അവൻ മഹത്വത്തിലേക്ക് വന്നു. അവൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകണമെങ്കിൽ ഈ ലോകത്തിലെ ബന്ധനത്തിൽ കിടക്കുന്ന സമ്പത്തിനുടമ കിടന്ന് നിനക്ക് ഒരിക്കലും അവൻ്റെ മഹത്വത്തിൽ പങ്കുകാരാൻ പറ്റില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ. ഒരുങ്ങുക. അങ്ങനെ ഈ നാളിൽ തന്നെ നമുക്ക് അവൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകണം. എങ്കിലേ വലിയ മഹത്വത്തിലേക്ക് വരാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ സുവിശേഷം അനുസരിച്ച് രൂപാന്തരപ്പെടാം, മാനസാന്തരപ്പെടണം. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ഉച്ചിഷ്ടമായിട്ട് കരുതണം മക്കളെ. അതിനോടുള്ള താല്പര്യങ്ങൾ ഉപേക്ഷിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൃപ സ്വന്തമാക്കണം. എങ്ങനെ കൃപ സ്വന്തമാക്കണം? അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയും. ഈ പണം എന്തിനാ ദൈവം കൃപ സ്വന്തമാക്കാനാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ആമേൻ.